Hi friends, welcome to your English window. I am your Sulekha teacher. Hope you are all safe and fine. Okay. Today's topic past continuous part 7. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 6 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 4 വീഡിയോസ് പ്രസന്റ് ടെൻസിന് വേണ്ടിയിട്ടും ഒരു ഇൻട്രൊഡ്യൂസിങ് വീഡിയോയും പാസ്റ്റ് ടെൻസിന്റെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരെല്ലാവരും ആ വീഡിയോസ് കാണുകയും ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ. ടുഡേയ്സ് ടോപ്പിക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Past continuous tense talk about continuous action at a particular moment in the past. Past continuous tense talks about continuous action at a particular time in the past moment. Okay. കഴിഞ്ഞ കാലത്ത് തുടർന്ന് നടന്നിരുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. And what's the structure or word order? The word order of past continuous tense is subject plus was or were plus verb plus ing. അത് പ്രത്യേകം ഓർക്കണം. ഓക്സിലറി വെർബ്സ് ആയ വാസും വേറും നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് കൂടിയാണ്. അത് തന്നെയുമല്ല, അത് കഴിഞ്ഞ ശേഷം വെർബിൻ്റെ ING ഫോമും നമ്മൾ യൂസ് ചെയ്യുന്നു. വെർബിൻ്റെ ING ഫോം വന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. V3 ഫോം വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസ് ആയി. ഇവിടെ കണ്ടിന്യൂസ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് അല്ല, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് വെർബ് പ്ലസ് ING ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പാസ്റ്റ് ഫോം ഓഫ് ദി ഓക്സിലറി വെർബ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും എല്ലാവരും ഓർത്തിരിക്കണം. അതിനുശേഷം വെർബിന്റെ ING ഉപയോഗിച്ചാലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിന്റെ വേർഡ് ഓർഡർ എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് ഇതിന്റെ റൂൾസ് നോക്കാം. 3 സിമ്പിൾ ആൻഡ് ഈസി റൂൾസ് ആണ് നമുക്കിതുള്ളത്. അത് വേഗം ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞു തരാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് തുടർന്നിരുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതിനാണ്. ഓക്കെ. ആൻ ആക്ഷൻ വാസ് കണ്ടിന്യൂയിങ് ഇൻ ദി പാസ്റ്റ്. പാസ്റ്റിൽ തുടർന്നു നടന്നിരുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ റൂള്. ഐ വാസ് വാച്ചിങ് TV. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഞാൻ TV കാണുന്നില്ല എന്നുള്ള അർത്ഥവും കൂടെ അതിനകത്ത് വരും. ഐ വാസ് വാച്ചിങ് TV. ദേ വർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ, ഇപ്പോൾ അവർ കളിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ പാസ്റ്റിൽ തുടർന്നിരുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. അതാണ് ഒന്നാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂള്. ഇതിൻ്റെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പാസ്റ്റ് ആക്ഷനും കൂടി. 2 പാസ്റ്റ് ആക്ഷൻസ് ആണ്. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പാസ്റ്റ് ആക്ഷൻ ആണ്, മറ്റൊന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഏത് കാര്യമാണ് ആദ്യം നടക്കുന്നത്? അവൻ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് തുടർന്ന് നടക്കുന്ന കാര്യമാണ് അല്ലേ? അതൊരു കണ്ടിന്യൂസ് ആക്ഷനാണ്. ഞാൻ പിന്നീടാണ് അവനെ കാണാൻ പോയത്, അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ 2 പാസ്റ്റ് ആക്ഷൻസ് ആണ്. ഒന്ന് തുടർന്ന് നടന്നതും മറ്റൊന്ന് അപ്പോൾ സംഭവിച്ചതുമാണ്. വെൻ ഐ വെന്റ് ടു സീ മൈ ഫ്രണ്ട്, ഹി വാസ് സ്ലീപ്പിംഗ്. വെൻ ഐ വെന്റ് ടു സീ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ, ഹി വാസ് സ്ലീപ്പിംഗ്, അവൻ ആ സുഹൃത്ത് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ കണ്ടിന്യൂസ് ആക്ഷൻ. പിന്നെ നടന്നെന്താ? ഞാൻ അവനെ കാണാൻ പോയി എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ്. വെൻ ഐ വെന്റ് ടു സീ ഹിം, 2 ആക്ഷൻസ് ആണ്. അപ്പോൾ ഒരു ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അല്ലേ? ഹി വാസ് സ്ലീപ്പിംഗ്. വെൻ ഐ വെന്റ് ടു സീ ഹിം, ഞാൻ പോയപ്പോൾ ആ ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്ത് അതിനേക്കാൾ മുമ്പ് നടന്ന കാര്യമാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണത്, ഹി വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത്. ഓക്കെ. ഈ 2 ആക്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇതിനകത്ത് സിഗ്നൽ വേർഡ്സ് ആയ വെന്നും വൈലും ചേർക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. വെന്നും വൈലും. ഇപ്പോൾ വെന്ന് ചേർത്ത് വരുന്ന സെന്റൻസ് അറിയിക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും അതൊരു ഷോർട്ട് പീരീഡ് ആയിരിക്കും കാണിക്കുക. എന്നാൽ വൈലാണ് എങ്കിൽ ലോങ് പീരീഡ് ആക്ഷൻ ആയിരിക്കും കാണിക്കുക.
വെന്നാണ് നമ്മൾ സിഗ്നൽ വേർഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഷോർട്ട് പീരീഡ് ഓഫ് ആക്ഷൻ ആയിരിക്കും കാണിക്കുക. വൈലാണെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ആക്ഷൻസ് ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുണ്ട്. വെൻ ഐ വെന്റ് ടു സീ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ ഹി വാസ് സ്ലീപ്പിംഗ്, അതായത് അവൻ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു റൂളിലൂടെ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ദ തേർഡ് റൂൾ, ടു സൈമൾട്ടേനിയസ് ആക്ഷൻസ്, അതായത് ഇൻ ദി പാസ്റ്റിൽ നടന്ന ഒരേ സമയത്ത് നടന്ന രണ്ട് ആക്ഷൻസും നമ്മൾ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയുക. കുറച്ച് മുമ്പ് പഠിച്ചതിൽ ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, ഒന്ന് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് സംഭവിച്ചു എന്നാണ് പഠിച്ചത്. തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് കണ്ടിന്യൂസ് ആക്ഷനും മറ്റൊന്ന് സംഭവിച്ചു എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പഠിച്ചു ഇല്ലേ. എന്നാൽ നമ്മൾ ഇനി തേർഡ് റൂളിൽ പറയുന്നത് ടു സൈമൾട്ടേനിയസ് ആക്ഷൻസ് ആണ്. രണ്ടും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഒരേ സമയത്ത്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. While the mother was sleeping, the baby was crying. കണ്ടോ? While the mother was sleeping. അതൊരു കണ്ടിന്യൂസ് ആക്ഷനാണ്, ലോങ് ആക്ഷനാണ്. അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. The baby was crying. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ വല്ലാതൊരു തോന്നല്ലേ, അമ്മ നല്ല ഉറക്കമാണ്, കുട്ടി അതേ സമയത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. While the mother was sleeping, the baby was crying. ടു സൈമൾട്ടേനിയസ്, ഒരേ സമയത്താണ് രണ്ടും നടക്കുന്നത്. രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസിൽ വേണം നമ്മൾക്ക്. വാസ് സ്ലീപ്പിംഗ്, വാസ് ക്രൈയിങ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. വൈൽ രാഹുൽ വാസ് പ്ലേയിങ്, ഹിസ് സിസ്റ്റർ വാസ് സ്റ്റഡിയിങ്. രണ്ട് കാര്യങ്ങളാണ്. വൈൽ രാഹുൽ വാസ് പ്ലേയിങ്, ഒരേ സമയത്താണ്. രാഹുൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ് സിസ്റ്റർ വാസ് സ്റ്റഡിയിങ്, അവൻ്റെ സിസ്റ്റർ പഠിച്ചുകൊണ്ട് ഒരേ സമയത്ത്. അപ്പം നമ്മൾ 3 റൂൾസ് ആണെന്ന് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 3 റൂൾസ്? ദി ഫസ്റ്റ് വൺ ഈസ് ആൻ ആക്ഷൻ വാസ് കണ്ടിന്യൂയിങ് ഫോർ എ വൈൽ അറ്റ് പാസ്റ്റ് ടൈം. പാസ്റ്റ് ടൈമിൽ ഒരു ആക്ഷൻ തുടർന്ന് നടന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റും അല്ലേ. ഐ വാസ് വാച്ചിങ് TV എന്ന എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ റൂൾ എന്താണ്? ടു ഡിസ്ക്രൈബ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ സിറ്റുവേഷൻ, അതായത് ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ആക്ഷൻ സംഭവിച്ചു ഇല്ലേ. ഞാൻ സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. വെൻ ഐ വെന്റ് ടു സീ മൈ ഫ്രണ്ട് ഹി വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ ഹി വാസ് സ്ലീപ്പിംഗ് തുടർന്ന് നടക്കുന്ന കാര്യം, ഞാൻ പോയി എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അവിടെ സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ തേർഡ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു സൈമൾട്ടേനിയസ് ആക്ഷൻസ് ആണ്, അതായത് ഒരേ സമയത്ത് 2 കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അമ്മ ഉറങ്ങുകയായിരുന്നു, കുട്ടി കരയുകയായിരുന്നു. വൈലാണ് അവിടെ വെച്ചത്. അപ്പോൾ ലോങ് ആക്ഷൻ ആണെങ്കിൽ വൈലാണ് ഉപയോഗിക്കുക, ഷോർട്ട് ആക്ഷൻ ആണെങ്കിൽ വെന്നാണ് ഉപയോഗിക്കുക. വൈൽ ദി മദർ വാസ് സ്ലീപ്പിംഗ്, ദ ബേബി വാസ് ക്രൈങ്. ഒരേ സമയത്ത് അമ്മ ഉറങ്ങുകയായിരുന്നു, അതേ സമയത്ത് തന്നെ കുട്ടി കരയുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാണ്? വൈല്, വെന്ന്. വെന്നാണ് എങ്കിൽ ഷോർട്ട് കണ്ടിന്യൂസ് ആക്ഷൻ, വൈലാണ് എങ്കിൽ ലോങ് കണ്ടിന്യൂസ് ആക്ഷൻ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇംഗ്ലീഷ് വിൻഡോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, പ്ലീസ് എനേബിൾ ദി ബെൽ ഐക്കൺ. ഓക്കെ, താങ്ക് യു.